ഒരു കാര്യം ഉറപ്പാണ്, ശ്യാമ ഇതുവരെ രാധികയുടെ മുൻപിൽ ശ്യാമയായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പിന്നെ ശ്യാമ ഇപ്പോഴും മകളെ ഒളിച്ചു നിന്നേ കാണുന്നുള്ളൂ. അങ്ങനെ ഉണ്ടാവോ? എങ്കിൽ ചിലപ്പോ അമ്മയും മോളെയും ആരെങ്കിലും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണെങ്കിലോ? അതിന് കൃത്യമായൊരു ഉത്തരം കിട്ടണമെങ്കിൽ രാധിക പറയണം. എന്തായാലും മാലിനി ഒരു കാര്യം ഉറപ്പിച്ചു, രാധികയുടെ മുഖപടം ഇന്ന് നമ്മുടെ മുമ്പിൽ അഴിഞ്ഞു വീഴാൻ പോവാ. ഞാൻ എന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരങ്ങളിലേക്ക് അടുക്കുക. ഇനി അവള് വന്നാ മാത്രം മതി. മുത്തശ്ശി, ഏട്ടന് ഉച്ചയ്ക്കൊരു മരുന്നുണ്ട്. അത് ഞാൻ അവിടെ മേശയുടെ താഴെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൽപ്പനേടത്തിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏട്ടത്തി ഓർക്കണമെന്നില്ല. മുത്തശ്ശി ഒന്ന് ഓർത്തെടുത്ത് കൊടുക്കൂ. ഞാൻ ചെയ്തോളാം കുട്ടി. ആ പിന്നെ ആ കാലിലിടുന്ന കുഴമ്പില്ലേ, അതെ ഏട്ടനെടുത്തിടാൻ വേണ്ടി മടിക്കും. ചെറിയൊരു ചൊറിച്ചിലുണ്ടാവുന്ന വൈദ്യുതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏട്ടനത് പിടിക്കുന്നില്ല. അതുകൊണ്ട് നിർബന്ധിച്ച് മുത്തശ്ശി ചെയ്യിക്കണം. അതും ശരി. അല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് മ്യൂസിക് സ്കൂളില് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നത് എങ്ങനാ? അത് രസാ. കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അച്ഛന്റെ അമ്മയുടെയും കാര്യമൊക്കെ ഓർക്കും. ആ ഒരു ദിവസം ഉണ്ടല്ലോ, ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയെ ഞാൻ അച്ഛന്ന് വിളിച്ചുപോയി. കുട്ടികളെല്ലാരും ചിരിച്ചപ്പോഴാ ഞാൻ അറിഞ്ഞതുപോലും. ഇനി എന്തായാലും അങ്ങനെ ഒന്നും സംഭവിക്കണ്ട കേട്ടോ. അമ്മയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിച്ചപ്പോ മോക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് മടുത്തു അല്ല മാഡം? പക്ഷെ എനിക്ക് മടുക്കുന്നില്ല മാലിനി. ഞാൻ പറഞ്ഞില്ലേ, ഉത്തരങ്ങൾക്കടുത്ത് നിൽക്കുമ്പോ വല്ലാത്തൊരു ത്രില്ല. ഒരുപാട് കാലം ഞാൻ അലഞ്ഞു നടന്നതിന് അമ്മയും മോളും എനിക്ക് ഉത്തരം തരാൻ പോവല്ലേ. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ മുത്തശ്ശി. എന്നാ ശരി, ഞാനേ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പോകാൻ നോക്കാം. അത് ഞാൻ ചെയ്യില്ലേ മോളെ. ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ മുത്തശ്ശി ചെയ്യുന്നത് ഓക്കെ, പക്ഷെ ഞാൻ നിൽക്കുമ്പോ ചെയ്യണ്ട. ഇങ്ങത്തെ ബിജുവേട്ടാ, ദേ ഇത് വേറൊരു ചട്ടിയിലിടുന്നു. ഇനി അതും കൂടി ചെയ്തിട്ടേ പോകുന്നുള്ളൂ. അത് ബിജുവേട്ടൻ ചെയ്തോളൂ. ബിജു, എന്തായാലും ആ നടയെന്ന് ഒഴിച്ചു വച്ചേക്ക. ഇനി ഇങ്ങനെ ഉണ്ടായാലോ? ഞാൻ കരുതിയത് മോള് കൺമുന്നിലെത്തിയപ്പോ ഈ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ അവസാനിച്ചു. തീർന്നില്ല അല്ലേ? ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നലെ എന്തോ വീണ്ടും പഴയതുപോലെയായി. പേടിക്കണ്ട ശ്യാമേ, നിങ്ങൾ അമ്മയ്ക്കും മകൾക്കും ഇടയില് ഒരു വസ്ത്രത്തിന്റെ മറവ് മാത്രമേ ഉള്ളൂ. ശ്യാമ പേടിക്കുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാല് ദേ ഇതങ്ങെടുത്ത് മാറ്റണം. ഇതെന്റെ മകളാണെന്ന് ലോകത്തോട് വിളിച്ചു പറയണം. അത് ഐശ്വര്യയുടെയും അവളുടെ കൂട്ടാളികളുടെയും കാര്യമല്ലേ? ശ്യാമയെ പോലൊരു VIP പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടാല് അത് കിട്ടില്ലേ? എത്ര ഉന്നത ഉദ്യോഗസ്ഥരായാലും ശ്യാമയ്ക്ക് കാണാനും പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാനും ഈസിയാണല്ലോ. പിന്നെന്താ, വേണ്ടി വന്നാ അത് ചെയ്യണം. ശ്യാമ ഒരു സെലിബ്രിറ്റിയാ. ആ വലിപ്പം ശ്യാമ മനസ്സിലാക്കിയാ മതി. ആ വലിപ്പം എല്ലാ പ്രശ്നങ്ങളും തീർക്കും. ഞാൻ ഈ കാര്യം ഇതുവരെ ആലോചിച്ചിട്ടില്ല. തോറ്റുപോവില്ല എന്നൊരു ഉറപ്പ് കിട്ടിയതുപോലെ.
കാണുന്നില്ലല്ലോ മാഡം. പ്രധാനപ്പെട്ട നിമിഷമല്ലേ, കുറച്ച് കാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. മാലി നോക്ക്,